ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന സമയത്തുണ്ടാകുന്ന പരാജയങ്ങളെയും അവഹേളനകളെയും അവഗണിക്കാൻ ശീലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നത്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. സമയം നഷ്ടമായാൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടുകയുമില്ല. വിജയം കൈവരിക്കാൻ ധൈര്യവും ബുദ്ധിയും ഒരുപോലെ ആവശ്യമാണ്. ധൈര്യമില്ലാത്തവൻ ശ്രമം തുടങ്ങുകയില്ല. ബുദ്ധിയില്ലാത്തവൻ ശരിയായ ദിശയിൽ നീങ്ങുകയുമില്ല. ഇരുവരും ചേർന്നാൽ മാത്രമേ വിജയം ഉണ്ടാകൂ. തോൽവി ഭയക്കുന്നവൻ ഒരിക്കലും വിജയിക്കില്ല. പ്രതിസന്ധി നേരിടുന്നവരാണ് യഥാർത്ഥ വീരൻ. മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം കുറയുന്നതിനനുസരിച്ച് അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയവും കുറഞ്ഞു വരും. ഒന്നുമില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ എന്തുമാത്രം വേദനകളാണ് നാം ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നത്. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. പരിഹാസങ്ങളും പുച്ഛങ്ങളും നേരിടേണ്ടി വന്നിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിയും. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. തനിച്ചാകും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്ന ഒരു കൂട്ട് അസാധ്യമാണ്. വെള്ളപ്പൊക്കം വരുമ്പോൾ മത്സ്യം ഉറുമ്പുകളെ തിന്നുന്നു. എന്നാൽ വെള്ളം വറ്റുമ്പോൾ ഉറുമ്പുകൾ മത്സ്യത്തെ ഭക്ഷിക്കുന്നു. ജീവിതം എല്ലാവർക്കും അവസരം നൽകുന്നു. അവരവരുടെ ഊഴത്തിനായി കാത്തിരിക്കണം. ചില ചതികളിൽ നമ്മൾ വിഷമിക്കുന്നത് ചതിക്കപ്പെട്ടതുകൊണ്ടല്ല, നാം ഒരുപാട് സ്നേഹിച്ചവർ ആണല്ലോ നമ്മളെ ചതിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ്. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടാനും സാധിക്കും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. ഓർക്കുക, പണം ഭിക്ഷ യാചിക്കുന്നവനും സമ്പാദിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും കൈവശമുള്ളവനും നീയും തുല്യനത്രേ. എന്തും ഏതും വിലപ്പെട്ടതായി തോന്നുക രണ്ട് ഘട്ടങ്ങളിലാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ആ സ്നേഹം പവിത്രമാകുന്നത്. ഗുണപരമായ ചിന്ത സന്തോഷം വർദ്ധിപ്പിക്കും. ദുഷ്ടചിന്തകൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയുള്ളൂ. ജീവിതം എന്ന പുസ്തകത്തിൽ ചില പേജുകൾ മോശമായിരിക്കും എന്ന് വെച്ച് വായന നിർത്തരുത്. വായിച്ചു കൊണ്ടിരിക്കുക. അടുത്ത പേജുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകിയേക്കാം. കോപത്തിലും സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരു നാൾ മിത്രവും മിത്രം ഒരു നാൾ ശത്രുവുമായേക്കാം. മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓരോ തവണയും നിങ്ങൾക്ക് സ്വയം നഷ്ടപ്പെടും. നിങ്ങൾ ആളുകളോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്നത്തെ സുഹൃത്ത് നാളെ ശത്രുവായിരിക്കാം. നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. കൊടുങ്കാറ്റിൻ്റെ നടുവിലും നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. മറ്റെല്ലാവരും നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയിൽ വിശ്വസിക്കുമ്പോൾ കണ്ണുകളിലെ വേദന കാണുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തപ്പോൾ പോലും നിങ്ങളോട് അവർ സത്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി ശക്തനാണ്. വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുവാൻ.
എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്ന് വരില്ല. എത്ര പ്രതികൂല സാഹചര്യത്തിലും മനസ്സ് മടുത്ത് പിന്മാറരുത്. പോരാടിക്കൊണ്ടിരിക്കുക. കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്. ഒന്നിലും അതിരു കടക്കരുത്. പുഞ്ചിരിക്കുന്നവനെ മാന്യനെന്നും പൊട്ടിച്ചിരിക്കുന്നവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത്. കപടമായ സൗഹൃദം അങ്ങനെയാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം അടുപ്പം കാണിക്കും. അത് കഴിഞ്ഞാൽ പരിചയം പോലും ഉണ്ടാവില്ല. ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല, കേൾക്കുന്നതാരും പറയാറുമില്ല. എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല. ചിലരൊക്കെ ജീവിതത്തിൽ പരിചയപ്പെടുന്നത് ഇനി ഒരിക്കലും ഒരാളോടും കൂട്ടുകൂടരുത് എന്ന് പഠിപ്പിക്കാനാണ്. ഓരോ തവണ വായിക്കുമ്പോഴും എത്ര വ്യത്യസ്തമായാണ് നമ്മളെ മറ്റൊരാൾ കാണുന്നതും വായിച്ചെടുക്കുന്നതും. ഇടയ്ക്കിടെ അർത്ഥം മാറിപ്പോകുന്ന ഒരു പുസ്തകമാണ് ഓരോ മനുഷ്യരും. പുഞ്ചിരിയും മൗനവും ജീവിതത്തിലെ രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ്. പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും മൗനം നല്ല ബന്ധങ്ങൾ തകരാതിരിക്കുവാനും ഉപകാരപ്പെടും.